ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ റിസൾട്ടൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൻ്റെ പാർട്ട് 2 ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ PSC നമ്മളെ കറക്കി തിരിക്കാൻ വേണ്ടി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഗംഗ. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി യമുന. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഉപദ്വീപ്, ദ്വീപ്, ഗോദാവരി അല്ലെ, ധാ ഒരുപോലെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറഞ്ഞാൽ ഉപദ്വീപ്, ദ്വീപ്, ഗോദാവരി. ഓക്കെ, ഗോദാവരിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് സിന്ധുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉപഭൂഖണ്ഡത്തിന്റെ പിക്ചറൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് സിന്ധു നദിയാണ്. സിന്ധു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. അതായത് ഇന്ത്യയിലാണ് പറയുന്നത്, ദക്ഷിണേന്ത്യയാണ് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഗോദാവരി. ഓക്കെ, അപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. അപ്പോൾ ഞാനത് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്താണ്? ഗംഗയാണല്ലോ. ഗാ ആണല്ലോ വരുന്നത്, ഗംഗ. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിന്റെ ആദ്യം ഗാ വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഗോദാവരി, ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി യമുന. പോഷക നദി യമുന. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി അറിയുന്നതായിരിക്കും. അറിയാത്ത ആൾക്കാർക്ക് ഞാനൊരു ചെറിയ കണക്ഷൻ പറയാം. പോഷക നദിയാണല്ലോ. പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുന്നത് മുനിമാരാണെന്ന് ആലോചിച്ചാൽ മതി. മുനിമാര്, മുനി, യമുന. ഓക്കെ, അങ്ങനെയും കണക്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗംഗയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് സിന്ധു ആണ്. സിന്ധു നദിയാണ്. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു നദി കേട്ടോ. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു നദി. ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പാകിസ്ഥാനിലാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യ, ഗോദാവരി. ഗംഗ നേരത്തെ പറഞ്ഞു, ഗംഗ, ഗോദാവരി, ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും പോഷക നദി, ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത്, പോഷക ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് മുനിമാരാണ്. മുനി, യമുന. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. അതറിയാം അല്ലെ, അറിയുന്നവരായിരിക്കും. ആ മഹാരാഷ്ട്രയുടെ ഭാഗത്തൊക്കെ ഇല്ലേ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത് ഡക്കാൻ പീഠഭൂമിയാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി എന്ന് പറയുന്നത് ലഡാക്ക് പീഠഭൂമിയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പീഠഭൂമി എന്ന് പറയുന്നത് ലഡാക്ക് പീഠഭൂമിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലും ഉണ്ട് വയനാട് പീഠഭൂമി ഉണ്ട് കേട്ടോ. വയനാട് പീഠഭൂമി, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ ഇത് നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി എന്ന് പറയുന്നത് ലഡാക്ക് പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ദ്രാസ്. ലഡാക്ക്. ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ആസം, ടി ആകൃതി. ആസാമിന്റെ ഭൂപടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇന്ത്യയുടെ ഭൂപടത്തിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. ആസാം കാണുന്നത് എങ്ങനെയാണ്? ടി ആകൃതിയിലാണ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ത്രിപുരയാണ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. 3 വശവും ത്രിപുര. ഓക്കെ,
കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻഡ്രം എന്ന സ്ഥലത്താണ്. അത് മേഘാലയയിലാണ്. മേഘാലയ. ഈ ചിറാപുഞ്ചിയും മേഘാലയയിലാണ് കേട്ടോ. ചിറാപുഞ്ചി മേഘാലയയിലാണ്, മൗസിൻഡ്രം മേഘാലയയിലാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് മൗസിൻഡ്രം, സെക്കൻഡ് സ്ഥലമാണ് ചിറാപുഞ്ചി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക് പീഠഭൂമിയാണ്. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ദ്രാസാണ്, ലഡാക്കിലാണ് കേട്ടോ. ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ആസാമാണ്. ആസാം ടീ. ഓക്കെ, നമ്മുടെ തേയിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും ആസാമിലാണ്. അപ്പോൾ അത് ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ആസാം. ഓക്കെ, 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ത്രിപുരയാണ്. കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻഡ്രം മേഘാലയയിലാണ്. രണ്ടാമത്തേത് ചിറാപുഞ്ചിയാണ്, അതും മേഘാലയയിലാണ്. നെക്സ്റ്റ്, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് K2 എന്നറിയപ്പെടുന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇന്ത്യയിലെ ആണ് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് K2. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ്. എവിടെയാണ്? സിക്കിമാണ്. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ്. ആനമുടിയുടെ എന്താ പറയാ, ഉയരം ഇമ്പോർട്ടൻ്റ് ആണ്. 2695 മീറ്റർ. മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2695 മീറ്റർ. അപ്പോൾ 5 ആന ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. 5 ആന ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. 5 ആന. അപ്പൊ ആന 5, 2695 മീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നത് കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കേരളത്തിലെ കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലമാണ് കുട്ടനാട്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്, മൗണ്ട് K2. ഇന്ത്യയിലെ ആണ് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നമ്മുടെ എവറസ്റ്റ് ആണ്, മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, ഏറ്റവും ഉയരം കൂടിയ ഇന്ത്യയിലെ കൊടുമുടിയാണ് പറയുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് K2. നമ്മുടെ എവറസ്റ്റ് എവിടെയാണ്? നേപ്പാളിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലല്ല, നേപ്പാളിലാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ്, സിക്കിമിലും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ്. 5 ആനയാണുള്ളത്. 5, 2695 മീറ്റർ ഉയരാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കേരളത്തിലെ കുട്ടനാടാണ്. നെക്സ്റ്റ്, കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. കടൽ തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. തെലങ്കാന. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം തെലങ്കാന. ഏറ്റവും നീളം കൂടിയ കനാല് ഇന്ദിരാഗാന്ധി കനാലാണ്. ഏറ്റവും നീളം കൂടിയ കനാല് ഇന്ദിരാഗാന്ധി കനാലാണ്. ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്ന് പറയുന്നത് മറീന ബീച്ചാണ്, ചെന്നൈ. ഏറ്റവും നീളം കൂടിയ ബീച്ച്, നമുക്ക് കിടന്ന് മറിയാനൊക്കെ പറ്റുന്ന ബീച്ചാണെന്ന് ആലോചിക്കുന്നത്. നീളം കൂടിയതല്ലേ? അപ്പോൾ മറീന ബീച്ച് ചെന്നൈയിലാണ്. ചെന്നൈ. ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാലും ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്ന് പറയുന്നത് മറീന ബീച്ചുമാണ്. മറീന ബീച്ച് എവിടെയാണ്? ചെന്നൈ. നെക്സ്റ്റ്, കുറച്ച് തടാകങ്ങളെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ചിൽക്ക തടാകമാണ്. നമ്മുടെ ഹണിമൂൺ ബീച്ചൊക്കെ ചിൽക്ക തടാകത്തിലാണ്. അപ്പം നമുക്ക് ചിൽക്ക തടാകം നമുക്ക് വിശദമായിട്ട് നോക്കേണ്ട കാര്യമുണ്ട്. ആ സമയത്ത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഏതൊക്കെ ദ്വീപുകളാണ് ഇതിലുള്ളത് എന്നൊക്കെ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ചിൽക്ക തടാകമാണ്. ചിൽക്ക എവിടെയാണ്? ഒഡീഷയാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ എവിടെയാണെന്ന് ചോദിക്കും. ചിൽക്ക തടാകം എവിടെയാണ്? കാരണം ചിൽക്ക തടാകം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തടാകമാണ്, ഏറ്റവും വലിയ തടാകമാണ് അല്ലേ? അപ്പോൾ ചിൽക്ക തടാകം എവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് ഓടുന്നു വിചാരിച്ചാൽ മതി. ചിരിച്ചുകൊണ്ട് ഓടും. ചിരിച്ചുകൊണ്ട് ഓടും. ഇപ്പൊ ചിൽക്ക തടാകം എവിടെയാണ്? ചിരിച്ചുകൊണ്ട് ഓടുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഓടും, ഒഡീഷ. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് വൂളാറാണ്. അത് കാശ്മീരിലാണ് വരുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് വൂളാറാണ്. വൂളാർ. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഒരു സാധനം വാങ്ങൂലേ? പൂളാറോ അങ്ങനെ എന്ത് സംഭവം വാങ്ങൂല. അപ്പൊ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ എനിക്കിപ്പോൾ വേൽപൂൾ എന്നൊക്കെ എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ട്.
അപ്പോൾ ഈ ഫ്രിഡ്ജിന്റെ പേരൊക്കെ ഇല്ലേ, അപ്പോൾ എല്ലാം അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത്, ശുദ്ധജലം കിട്ടുന്നത്, ശുദ്ധജലം എന്ന് പറയുന്നത് എന്താണ്, ശുദ്ധമായ വെള്ളം ആണല്ലോ, വെള്ളം വൂളാർ, വെള്ളം വൂളാർ. ഓക്കെ, അങ്ങനെയും കണക്ട് ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് വെറും തടാകമാണ്, അത് ഉപ്പുവെള്ളമാണ് കേട്ടോ. ചിൽക്ക തടാകത്തിലുള്ളത് ഉപ്പുവെള്ളമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശുദ്ധജല തടാകമാണ്, വൂളാറുമാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്ന് പറയുന്നത് ചെലമാവ് തടാകമാണ്, സിക്കിമിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. അപ്പോൾ ഉയരത്തിൽ എന്ന് പറയുമ്പോൾ ഒരു മാവിന്റെ മുകളിലാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ചെലമാവ് തടാകം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചോദിച്ചത്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഉയരത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉയരത്തിൽ എന്ന് പറയുമ്പോൾ ഒരു മാവിന്റെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ ചെലമാവ് തടാകം എവിടെയാണ്, സിക്കിമിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം എന്ന് പറയുന്നത് സാമ്പാർ തടാകമാണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം എന്ന് പറയുന്നത് സാമ്പാർ തടാകമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇന്ത്യയിൽ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ചിൽക്ക തടാകമാണ്. ഞാൻ പറഞ്ഞു ഉപ്പുവെള്ളമാണെന്നും പറഞ്ഞു. പക്ഷെ അതിന്റെ ഉപ്പ് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ്. ഉപ്പുവെള്ളമാണെന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ്. പക്ഷെ ഉപ്പ് മീൻസ് ലവണത്വം ഏറ്റവും കൂടുതലുള്ള തടാകം എന്ന് ചോദിച്ചാൽ അത് സാമ്പാർ തടാകമാണ്. നമ്മൾ സാമ്പാറിലെ ഉപ്പിടാറില്ലേ, സാമ്പാർ കറിക്കൊക്കെ ഉപ്പിടാറുണ്ടല്ലോ. അപ്പോൾ ലവണത്വമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപ്പിടുന്നത് സാമ്പാറിനാണെന്ന് വിചാരിക്കുക. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം എന്ന് പറയുന്നത് സാമ്പാർ തടാകമാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ആവരുത്, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക, ഓരോരോ കണക്ഷൻസ് ഒക്കെ വെക്കുക. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ചിൽക്ക തടാകമാണ്, ചിരിച്ചുകൊണ്ട് ഓടും, ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശുദ്ധജലം, ശുദ്ധമായ വെള്ളം വൂളാറാണ്. ഓക്കെ, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്ന് പറയുന്നത് ചെലമാവ്, ഉയരം, മാവിന്റെ ഉയരം, ചെലമാവ് തടാകം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം എന്ന് പറയുന്നത്, ലവണത്വം ഏറ്റവും കൂടുതൽ ഏതിലിടും, സാമ്പാറിലാണ് ഇടുക, സാമ്പാർ തടാകം. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കൂഡ്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് ഹിരാക്കൂഡ് അണക്കെട്ടാണ്. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ടാണ്. തെഹരി അണക്കെട്ട് അത് ഹിമാചൽ പ്രദേശിലാണെന്ന് തോന്നുന്നത് കേട്ടോ. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഹിമാചൽ പ്രദേശിലാണെന്ന് തോന്നുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് എന്ന് പറയുന്നത് സർദാർ സരോവർ. ഓക്കെ, അത് ഗുജറാത്തിലാണ്. ഓക്കെ, ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് ഹിരാക്കുഡാണ്. നീളം കൂടിയ ഹിരാക്കുഡ്. ഈ ഹിര എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ മാൻ എന്നൊക്കെ പറയാറുണ്ട്. മാന്, പുള്ളിമാൻ എന്നൊക്കെ അതിൻ്റെ ഒരു മറ്റൊരു പേരാണ് ഹിര എന്നൊക്കെ പറയുന്നത്. ഹിരണം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് നല്ല നീളം കൂടിയൊരു മാൻ എന്നുള്ള കണക്കിലാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് ഹിരാക്കുഡ്. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് തെഹരി അണക്കെട്ട്. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു കണക്ഷൻ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ ഇവിടെ പറയാം. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്നല്ലേ പറഞ്ഞത്, ഉയരമാണ് നമുക്ക് ഇവിടെ ഓർമ്മിക്കേണ്ടത്. അണക്കെട്ട്, ഉയരം കൂടിയ അണക്കെട്ട്. അപ്പോൾ തെഹരി അണക്കെട്ട്. തെഹരി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തെറി എന്നുള്ളൊരു വാക്ക് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. തെറി. അപ്പോൾ തെറിയൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങ് എയറിൽ പോകുന്നൊക്കെ ആലോചിക്കുക, അത്ര ഉയരത്തിൽ പോകുന്നതൊക്കെ അറിയിക്കുക. അതെ, ആരെങ്കിലും നമ്മളെ തെറിയൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ പറന്ന് നമ്മൾ എന്താ പറയുക, ഉയരത്തിൽ പോകുന്നു, എയറിൽ പോകുന്നു ഒക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. നമുക്ക് ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടണം. നമ്മളെ ഉദ്ദേശം അത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടണം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് തെഹരി അണക്കെട്ടാണ്. തെറി പറയുമ്പോൾ നമ്മൾ എയറിൽ പോവും, ഉയരത്തിൽ പോകും എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് എന്ന് പറയുന്നത് സർദാർ സരോവർ അണക്കെട്ടാണ്. എവിടെയാണ്, ഗുജറാത്താണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ, കൺഫ്യൂഷൻ ആക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക, മാറരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നല്ല ചാൻസ് ഉള്ള ഭാഗമാണ്, മാറരുത് കേട്ടോ. ഞാൻ ഒന്നുകൂടി റിവിഷൻ ചെയ്യാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗംഗാ നദിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഉപദ്വീപ്, ഗോദാവരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് സിന്ധു നദിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ദക്ഷിണേന്ത്യയിൽ ഗോദാവരി.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി, പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുന്നത് ആരാണ്? മുനിമാരാണ്. മുനി, മുന, യമുന. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി എന്ന് പറയുന്നത് ലഡാക്ക് പീഠഭൂമിയാണ്. അതുപോലെ കേരളത്തിലുള്ളത് ഞാൻ പറഞ്ഞു, വയനാടൻ പീഠഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം എന്ന് പറയുന്നത് ദ്രാസാണ്, ലഡാക്കിലാണ് വരുന്നത്. ടി ആകൃതിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ആസാം. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുര. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മഴ ലഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മൗസിൻഡ്രമാണ്, മേഘാലയയിലാണ്. രണ്ടാമത്തെ സ്ഥലമാണ് ചിറാപുഞ്ചി, അതും മേഘാലയയിലാണ്. നെക്സ്റ്റ്, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിനാണ്, മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്നു. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ്, സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജംഗ, സിക്കിം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. എത്ര ആനയുണ്ട്? 5 ആനയുണ്ട്. 5 ആന. 5 ആന. അപ്പോൾ 2695. ഈ 6 9 ഒന്ന് തിരിച്ചിട്ടാൽ 9 കിട്ടുമല്ലോ. അതും കൂടി ഒന്ന് ആലോചിക്കും കേട്ടോ. 6 തിരിച്ചിട്ടാൽ 9 കിട്ടും. ആനമുടി. ആനമുടി. ഇപ്പോൾ ഈ ഒരു മുടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുടി തിരിച്ചിട്ടാൽ അതേ മുടിയല്ലേ കിട്ടുക. അങ്ങനെ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കും കേട്ടോ. നമുക്കത് കിട്ടണമെന്നില്ല. 2695 മീറ്റർ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നത് കുട്ടനാടാണ്. കുട്ടനാട്. നെക്സ്റ്റ്, കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. കടൽ തീരം കുറഞ്ഞ സംസ്ഥാനം ഗോവയാണ്. ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനമുണ്ട്, അതേതാണ്? തെലുങ്കാനയാണ്. തെലുങ്കാന. ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാലും ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ചുമാണ്. മറീന ബീച്ച് എവിടെയാണ്? ചെന്നൈ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശുദ്ധവെള്ളം അല്ലെ ശുദ്ധമായ വെള്ളം, വൂളാർ. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്ന് പറയുന്നത് ചെലമാവ് തടാകമാണ്, സിക്കിമിലാണ്. ചെലമാവ് തടാകം, സിക്കിം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം എന്ന് പറയുന്നത് സാമ്പാറിലാണ് ലവണത്വം കൂടുതലുള്ളത്, സാമ്പാർ തടാകം. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് എന്ന് പറയുന്നത് സർദാർ സരോവർ അണക്കെട്ട്, ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ പഠിക്കാൻ. കൺഫ്യൂഷൻ ആവുന്ന ഭാഗമാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. കണക്ഷൻസ് ഒക്കെ ഒന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാം വെക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കണ്ടു പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.